പെണ്ണിനൊക്കെ ഒഴിവാക്കി പോകാന്നല്ല, ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും അവരെ ബാധിക്കൂല. അത് മാത്രമാണോ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വഫാത്തായ 3-ാം ദിവസം സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു, എനിക്ക് സമ്മതം തരണം, നാളോട്ട് പോവുകയാണ്. നാളോട്ട് പോകാൻ പറ്റൂല. അല്ല ഞാൻ പോവുകയാണ്. അല്ല പോകരുത്, പോകും ഞാൻ. അങ്ങോട്ടും തർക്കിച്ച് ഖലീഫയായി നേർന്ന 1-ാം ദിവസം പറഞ്ഞു, 1-ാമത്തെ ഉപകാരം എനിക്ക് തരണം. ആയിക്കോട്ടെ, ഉപകാരം തരാം, ഖലീഫയാണ് ഞാൻ, ഉപകാരം ചെയ്യാൻ വേണ്ടിയില്ല ഖലീഫയായിട്ട്. എന്താ ഉപകാരം ചെയ്യേണ്ടത്? എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇദൻലി അൻ അഖ്റുജ മിനൽ മദീന, മദീനയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ സമ്മതം. ലിഫഖദി മുഹിബ്ബി, എൻ്റെ കാമുകൻ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കാമുകൻ നഷ്ടപ്പെട്ടാൽ പിന്നെ കാമുകയ്ക്ക് നിൽക്കാൻ കഴിയില്ല. കാമുകി നഷ്ടപ്പെട്ടാൽ കാമുകന് നിൽക്കാൻ കഴിയില്ല. എൻ്റെ ഹിബ്ബ് നഷ്ടപ്പെട്ടു പോയി, എൻ്റെ കാമുകൻ പോയി, എനിക്ക് പോകല്ലാതെ നിർവാഹമില്ല, ഞാൻ പോവാണ്. പോകാൻ പറ്റില്ല. നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, എനിക്കറിയാം അബൂബക്കറെ, നീ ഒച്ച ഉയർത്തി പറയാൻ കാരണം എനിക്കറിയാം. തക്തനി ചെല്ലെ പിന്നെ മോചിപ്പിച്ചത്. അപ്പം നിനക്ക് പൈസൻ്റെ ഒരു വൽപ്പത്തരം കൂടി ഉണ്ടാവും. അതുകൊണ്ടല്ലേ ജിന്നോട് പോകണ്ടെന്ന് പറഞ്ഞു. ലില്ല, അള്ളാഹ്ക്ക് വേണ്ടി മോചിപ്പിച്ചതാ. എന്നാ പോകാൻ സമ്മതം കൊണ്ടാണ്. അതിനിലേക്ക് സമ്മതം ബിഹാർ. ആ വൈകുന്നേരം അങ്ങനെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ സുബഹി നിസ്കരിച്ചപ്പോൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ബിലാൽ ഇറങ്ങി. പോകന്നെ എന്ത് ഹെബ്ബ കാരണം, നിൽക്കാൻ കഴിയില്ല. ഹെബ്ബാണ് കാരണം. കരഞ്ഞിട്ട് പോവുക. സ്നേഹമുള്ളവരൊക്കെ കരയും. സ്നേഹം കരച്ചിൽ അത് വിഷയമാണ്. സ്നേഹം ഉണ്ടോ കരയും? അത് സ്നേഹം നിറഞ്ഞിക്കണ നേരത്തെ കരയാ. കരിപ്പൂർ ചെന്നാൽ അറിയാം, കൊണ്ടുപോയാക്കാൻ വന്നവരും കൊണ്ടുപോകാൻ വന്നവരും. ദുബായിക്ക് കയറ്റാൻ വേണ്ടി പോയപ്പോൾ 6 മാസം ഒരേ പദപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുറങ്ങിയ പുതിയ ഉണ്ടാവുമ്പോൾ മാപ്പിളക്കും ഭയങ്കര സ്നേഹം ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് വിട്ടുവീഴാൻ കഴിയില്ല, കരഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ വരുന്ന നേരത്ത് അക്കരച്ചിലൊന്നോട്ട് ഉണ്ടാവില്ല. കാരണം അപ്പോഴത്തിന് ഇവള് വേറെ ആർക്കെങ്കിലും മിസ് കോൾ അടിച്ചിട്ടുണ്ടാവും, ഓൻ വേറെ ആർക്കെങ്കിലും മിസ് കോൾ അടിച്ചിട്ടുണ്ടാവും. ആള് മാറിയിട്ടുണ്ടാവും. ഹെബ്ബിൻ്റെ ഇടയിൽ മറല്ലെങ്കിൽ കരിയും. ലോകം മുഴുവൻ കരിയുന്നത് ഹെബ്ബ് കൊണ്ടാണ്. നമ്മൾ കരിയാത്തത് ഹെബ്ബില്ലാത്തതുകൊണ്ടാണ്. ഹെബ്ബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, എല്ലാവരും കരിയാ. കാരണം എന്താ? ഹെബ്ബിന് 2 അവസ്ഥയുള്ളൂ. കരയാൻ പറ്റില്ലല്ലോ. കരയണമെങ്കിൽ കാരണം ഉണ്ടാണ്ട്. ഹെബ്ബ് കരയുക ചിരിക്കുക എന്നതിന് കാരണമല്ലെങ്കിൽ ഭ്രാന്താണ്. 2 സംഗതിക്ക് കാരണം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ആ ഫിഅല് ഭ്രാന്തായിരിക്കും. ഒരാൾ ചിരിച്ചു, കാരണമല്ല, നല്ല മനുഷ്യനായിരിക്കും, ഇപ്പം എന്തോ പറ്റി. ഒരാൾ കരഞ്ഞ്, കാരണം അറിയില്ല, ഭ്രാന്താണ്. മനസ്സിലാകെ പറഞ്ഞത് ചിരിക്കും കരച്ചിലിനും കാരണം വേണം. ഇവിടെ കരച്ചിലായ എല്ലാവർക്കും കാരണം ഹെബ്ബാണ്. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. പിന്നെ അവൻ ലൈക്ക് തന്നെയാണ്. സഹാബി നബിയോട് പറഞ്ഞില്ലേ, മെലിയാണ്. എന്തടാ ഇങ്ങനെ മെലിയെന്ന്? ആൽബിക്കമിൻ മറലീൻ, നിനക്ക് എന്താ മറ്റേ ദീനമുണ്ടോ? ദീനുണ്ട് നബി, ദീനായിട്ടാ മതി. എനിക്ക് ദീനാണ്, എനിക്ക് രോഗമാണ്. നിനക്കെന്നടാ, നീ ദിവസം മെലിയാണല്ലോ, കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ അന്നത്തെക്കാൾ മെലിഞ്ഞല്ലോ, നിനക്കെന്നടാ പറ്റേ? ഫഖാല, അയാൾ പറഞ്ഞു, ഞാൻ രോഗമാണ് നബിയെ. എന്ത് രോഗം? ദനീഫ്, പ്രേമരോഗം. ഞാൻ പ്രേമരോഗിയാണ്. നിങ്ങൾ പറഞ്ഞ മിസ് കോളല്ലത്. ബിഹുബ്ബിക യാ മുഹമ്മദ്, ബിഹുബ്ബിക യാ റസൂലല്ലാഹ്. നിങ്ങൾ ഈ മനുഷ്യനെ ബഹുമാനിച്ചുകൊണ്ടാണ് സൂറത്തുൻ നിസാഇൽ വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം എന്നായിട്ട് ഇറങ്ങിയത്. അപ്പം പ്രേമം എന്ന് പറഞ്ഞാൽ തിന്നൂല, കുടിക്കൂല, ഉറങ്ങൂല, മെലിയും, ഇതൊക്കെ പ്രേമാണ്. പ്രേമത്തിന് ഒരു പരിധി പറയാൻ പറ്റില്ല. പ്രേമം ഫനാ ആണ്. പ്രേമം കൂടിയാൽ ഫനാ ഉണ്ടാവുക. ഫനാ ഉണ്ടാവും. ഫനാ പറഞ്ഞാൽ സ്വയം തീരുക. പ്രേമത്തിൻ്റെ ലാസ്റ്റ് എന്താണെന്നറിയോ? ഫനാ എന്നാൽ ഇതന്നെ പൂച്ച. ഒരാളെ സ്നേഹിച്ച പൂച്ച അവസാനം മയ്യത്തുണ്ടെങ്കിൽ ഖബറിൻ്റെ അവിടെ പോയി കിടന്നിട്ട് ഭക്ഷണം കഴിക്കാതെ അത് ഹുബ്ബാണ്. ഹുബ്ബിൻ്റെ ലാസ്റ്റ് ഫനാ ആണ്. ഹുബ്ബിൻ്റെ ലയിക്കലാണ്. ഒക്കെ കൊടുക്കും, കയ്യിലൊക്കെ കൊടുക്കും, ഒക്കെ കൊടുക്കും, എല്ലാം സ്നേഹത്തിനനുസരിച്ച് കൊടുക്കും. സ്നേഹം ഉണ്ടോ? റസൂലുള്ളാഹിക്ക് വേണ്ടി പോത്തിറക്കും. അതിനേക്കാൾ സ്നേഹം ഉണ്ടോ? 2 പോത്തിറക്കും. അതിനേക്കാൾ ഉണ്ടോ? നാട്ടുകാർക്കൊക്കെ പായസം കൊടുക്കും. എന്തൊക്കെ കയ്യിലുള്ളത് ഒക്കെ ചെയ്യും. എന്തു ചെയ്യും? ഐഷ കുപ്പായം വരെ കൊടുക്കും. എന്ത് ഹുബ്ബാണ്. എന്തു കൊടുക്കും? സ്നേഹത്തിന് അവസാനം ഫന ആണ്. റസൂലുള്ളാഹിനെ പഠിക്കുക. വിഡ്ഢികളെ കൂട്ടത്തിൽ കൂടരുത്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഞങ്ങൾക്ക് ഈമാന് വേണ്ടി പറഞ്ഞതാണ്. ഞാൻ നിങ്ങളെ ഒരു തർക്കത്തിനുമില്ല, തർക്കത്തിൽ വർത്താനവും ഇല്ല. അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാത്ത പണിയും ഇവിടെ ഇല്ല. ഇത് അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ്.
ഇത് മുഅ്മിനീങ്ങൾക്കുള്ള ഒരു ക്ലാസ്സാണ്. ഇത് ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.